5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മോഹൻലാലിന്റെ കേണൽ പദവി തിരിച്ചെടുക്കുന്നു. ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ആർമി എന്നൊരു വിഭാഗമുണ്ട്. 1857 സ്വാതന്ത്ര്യ സമരത്തോട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയാണ് അത് ആരംഭിച്ചത്. പട്ടാളക്കാർക്ക് സമാന്തരമായി, സൈന്യത്തിനും സമാന്തരമായി സന്നദ്ധ സേവനം നടത്താൻ താല്പര്യമുള്ള 18 to 40 വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാരെയും തിരഞ്ഞെടുത്ത് ഒരു 10,000-15,000 പേരുള്ള ഒരു സേന ഉണ്ടാക്കിയതാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അവരെ പറയുന്ന പേരാണ് ടെറിട്ടോറിയൽ ആർമി. സാധാരണ ആർമി പോലെ തന്നെ സാധാരണ സിവിലിയൻ പട്ടാളക്കാരുണ്ട്, അതുപോലെ തന്നെ കേണലുണ്ട്, ലെഫ്റ്റനൻറ്റ് കേണലുണ്ട്, ഇങ്ങനെ പല പദവികളുമുണ്ട്. ഇതിൽ സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ നാനാ പടേക്കർ, മോഹൻലാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ലെഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഡ്രസ്സ് ഉപയോഗിക്കാം, അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം, യുദ്ധമൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ പോയി നമ്മുടെ ഈ മിലിറ്ററിയിലൊക്കെ പങ്കെടുക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ളതാണ്. 2010 ഇദ്ദേഹം ഇത് ഇട്ടുകൊണ്ട്, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു, ഒരു ഉദ്ഘാടനത്തിന് പോയി. അന്നും ഇതുപോലെ വലിയ വിവാദം വന്നതാണ്. അന്നും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതാണ് തിരിച്ചെടുക്കാൻ. ഇപ്പോൾ ഇദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തിയ ഒരു ചാനലിൻ്റെ അവാർഡ് വാങ്ങാൻ ദുബായിൽ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഈ അവാർഡ് വാങ്ങി, അതും ഈ ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയ സാമൂഹ്യ വിവാദങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അഖിൽമാരാറെ പോലെ, അതുപോലെ തന്നെ പിന്നെ ഈ മോഹൻലാലിൻ്റെ കാര്യത്തിലും വലിയ ഒരു ചർച്ച നടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ദേശസ്നേഹമില്ലാത്തൊരു പ്രവൃത്തിയാണ് മോഹൻലാൽ ചെയ്തത് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഓർഗനൈസർ പോലുള്ള ലേഖനങ്ങളിൽ, പിന്നെ മാധ്യമങ്ങളിൽ, RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഇതിനെ സംബന്ധിച്ചുള്ള ലേഖനം വന്നിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് ഇത് ഗൗരവമായി കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ വാൺ ചെയ്തേക്കാം മോഹൻലാലിനെ, ചിലപ്പോൾ ആ പദവി തിരിച്ചെടുത്തേക്കാം. കൊടുക്കുന്നത് പോലെ തിരിച്ചെടുക്കാനും കഴിയുമല്ലോ. എന്തായാലും മോഹൻലാലിനെ പോലെയുള്ളൊരു വ്യക്തി, ലാലേട്ടൻ, ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ? നമ്മൾ ഒരു യുദ്ധമൊക്കെ നടന്നു, അല്ലെങ്കിൽ യുദ്ധസമാനമായ കുറേ സംഘർഷമൊക്കെ നടന്നു, ഈ സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെ കോൺട്രവേഴ്സി ആകുന്ന കാര്യങ്ങളിൽ പോകാതിരിക്കുന്നതല്ലേ കുറച്ചുകൂടി പക്വത? ലാലേട്ടനെ പോലെ തന്നെയല്ലേ മമ്മൂക്കയും? അദ്ദേഹം ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സിയിലും ചെന്ന് വീഴുന്നതായി നമ്മൾ കാണുന്നില്ല. അതേസമയം ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ ഒരുപാട് കോൺട്രവേഴ്സികളിൽ, പല കോൺട്രവേഴ്സികളിൽ ചെന്ന് വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. ആനക്കൊമ്പിൻ്റെ കാര്യങ്ങളായാലും, പുലിനഖത്തിൻ്റെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ, അനധികൃത സ്വത്തിൻ്റെ കാര്യങ്ങളിൽ, പല കാര്യങ്ങളിൽ, കുഞ്ഞു കാര്യങ്ങളിൽ ചെന്ന് പെട്ടെന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിയായൊരു നടപടിയാണോ എന്ന് മോഹൻലാൽ ആലോചിക്കുക. എന്തായാലും ഇന്ത്യൻ ആർമി ഇത് ഗൗരവമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ വാൺ ചെയ്യാം, ചിലപ്പോൾ തിരിച്ചെടുത്തേക്കാം. ഇത് രണ്ടാമത്തെ സംഭവമാണ്. 2010 ഇതിന് സമാനമായൊരു സംഭവമുണ്ടായി. ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ മിലിറ്ററി ഡ്രസ്സിൽ പോയതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അന്ന് വിവാദമുണ്ടായത്. മിലിറ്ററി ഡ്രസ്സിനെ അപമാനിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അവാർഡ് വാങ്ങാൻ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം, വിവാദം. അത് തീർച്ചയായിട്ടും ഈ സമയം പ്രധാനമാണ്. അല്ലാതെ മോഹൻലാൽ പോയൊരു അവാർഡ് വാങ്ങിയാലൊന്നും ആരും ബഹളമുണ്ടാക്കില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് പോയപ്പോൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ വലിയ തർക്കം നടക്കുമ്പോൾ, പാകിസ്ഥാനിലെ ഭീകരവാദികൾ വന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രം കൊല്ലുവാനും വെടിവെക്കുവാനും ഒക്കെ തയ്യാറായ സാഹചര്യം, കലിമ ചൊല്ലുക, സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, അങ്ങനെ ഇല്ലാത്തവരെ കൊല്ലുക, ഈ തരത്തിലുള്ള ഒരു ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു ഭീകര പ്രവർത്തനമൊക്കെ നടന്നപ്പോൾ അതിനെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയിലെ എല്ലാ ആബാലവൃത്ത ജനങ്ങളും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ തിരിച്ചടിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായും മോഹൻലാലിന് ഇത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നീട്ടിവെക്കാമായിരുന്നു. ഇത് രണ്ടും ചെയ്യാത്ത സാഹചര്യത്തിൽ തീർച്ചയായും ചിലപ്പോൾ ഇത് തിരിച്ചെടുക്കുമെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലേക്ക് നിറയുന്നത്. അത് വാൺ ചെയ്ത് നിർത്തുമോ അതോ തിരിച്ചെടുക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കുറച്ചുകൂടി അവധാനതയോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ മോഹൻലാൽ ഇടപെടണം. താങ്കൾ ഒരു വലിയ സെലിബ്രിറ്റിയാണ്. താങ്കളുടെ ഓരോ മൂവ്മെൻറ്റും, താങ്കളുടെ ഓരോ പ്രവൃത്തിയും വാക്കും എല്ലാം വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഒരാൾ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അവരുടെ ഓരോ വാക്കും, ഓരോ ചലനവും, അവരുടെ രീതികളും എല്ലാം സമൂഹം ശ്രദ്ധിക്കും. പലരും അനുകരിക്കാൻ നോക്കും, ചില ആളുകൾ അത് എതിർപ്പ് പറയാൻ നോക്കും. അതുകൊണ്ട് തീർച്ചയായും താങ്കൾ കുറേ കൂടി ഇത്തരം കാര്യങ്ങളിൽ ഒരു ആർജവത്വം, ഊർജം, ഒരു പക്വത കാണിക്കേണ്ടതുണ്ട് എന്നാണൊരു നിരീക്ഷണം. എന്തായാലും സേന തൽക്കാലം ഇത് തിരിച്ചെടുക്കാതിരിക്കട്ടെ. താങ്കൾ കൂടുതൽ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തലുകൾ വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.